ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സോഷ്യൽ ഇൻക്ലൂഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആ ഒരു കൺസെപ്ച്വൽ ഇൻ്റർപ്രിട്ടേഷനിലെ ഫസ്റ്റ് പാർട്ട് എന്ന രീതിയിൽ ആസ് എ യൂണിവേഴ്സൽ ഗോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നുള്ള സെക്കൻഡാണ് ആസ് എ പ്രോസസ്. സോഷ്യൽ ഇൻക്ലൂഷൻ എനേബിൾസ് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് അഫക്റ്റ് ദെയർ ലൈഫ്സ്, allowing all groups to take part in this process, especially the marginalized sections of society. അത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കേ, എല്ലാവരും എല്ലാ ഇടങ്ങളിലും വളരെ സജീവമായിട്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലുണ്ടോ? ഇല്ല. കഴിവും ശേഷിയും എബിലിറ്റിയും പണവും സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവും അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഇവിടുത്തെ സ്വാധീനമുള്ള സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു. എന്നാൽ അതൊന്നുമില്ലാത്ത സമൂഹത്തിലെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊരിടത്തും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും മാർജിനലൈസ്ഡ് സെക്ഷൻസ് എന്ന രീതിയിലുള്ള SC/ST കമ്മ്യൂണിറ്റി എടുത്താലോ അവർക്ക് വളരാനുള്ള ഇടങ്ങളെല്ലാം വളരെ കുറവായിരിക്കും. ഇവരൊന്നും തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, social inclusion enables citizens' participation in decision-making activities that affect their lives, allowing all groups to take part in this process, especially the marginalized sections of the society. Then third one, as an outcome. ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് മാനറിൽ എങ്ങനെയാണ് സോഷ്യൽ ഇൻക്ലൂഷനെ കാണേണ്ടത്? സോഷ്യൽ ഇൻക്ലൂഷൻ എൻഷുവേഴ്സ് ദ റിഡക്ഷൻ ഓഫ് ഇനീക്വാളിറ്റീസ്, elimination of any forms of exclusion and discrimination, and achievements of social justice and cohesion. സോഷ്യൽ ഇൻക്ലൂഷൻ എൻഷുവർ ചെയ്യണം. എന്താണ് ഉറപ്പാക്കേണ്ടത്? ഇനീക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അതേപോലെ തന്നെ ജനങ്ങളെ ഒരു ഭാഗത്തു നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല, തരംതിരിവോടുകൂടി വേർതിരിവോടുകൂടി അവരോട് പെരുമാറുന്നില്ല. സോഷ്യൽ ജസ്റ്റിസിൻ്റെ അച്ചീവ്മെൻറ്റ് അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെയാണെന്ന് ഉറപ്പാക്കണം. അതാണ് ഔട്ട്കം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺസെപ്ച്വൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ്? ആസ് എ യൂണിവേഴ്സൽ ഗോൾ, ആസ് എ പ്രോസസ്, ആസ് ആൻ ഔട്ട്കം, ഇത്രയുമാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ? An inclusive society is a society that collectively addresses the exclusionary practices and provides equality of opportunity for all members of the society. അതായത് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അത് പൊതുവെ കളക്റ്റീവായിട്ടാണ്, വേറിട്ട് മാറ്റി നിർത്തിക്കൊണ്ടല്ല, സമൂഹത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കളക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്ക്ലൂഷണറി പ്രാക്ടീസസ് ഉണ്ടാവില്ല. പ്രൊവൈഡ്സ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. അതാണ് അതിൻ്റെ പ്രത്യേകത. സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അവസരങ്ങൾ ഈക്വലായിട്ട്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലുള്ള ഒരു ആശയ സമഗ്രതയാണ് അതിൻ്റെ പിന്നിൽ വരുന്നത്. There are different views which explain how social inclusion are achieved. പല കാഴ്ചപ്പാടും സോഷ്യൽ ഇൻക്ലൂഷൻ നേടിയെടുക്കുന്നതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ ദ വേ ഇൻ വിച്ച് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ ആർ അച്ചീവ്ഡ്. സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ലക്ഷ്യപ്രാപ്തി എന്താണ്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ആ ലക്ഷ്യം നേടിയെടുക്കുന്നത്? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്ന രണ്ട് തരത്തിലാണ്. സോഷ്യൽ ഇൻക്ലൂഷൻ്റെ കാറ്റഗറൈസേഷൻ രണ്ട് തരത്തിൽ. ഏതൊക്കെയാണ്? ബ്രോഡർ വ്യൂ ആൻഡ് നാരോ വ്യൂ. ബ്രോഡർ വ്യൂ എന്താ പറഞ്ഞു തരുന്നത്? സോഷ്യൽ ഇൻക്ലൂഷൻ എൻകംപാസസ് എ ബ്രോഡർ സെറ്റ് ഓഫ് കൺസേൺസ്. ഒരു വളരെ വിശാലമായ രീതിയിലുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു എന്നതാണ്. ഹെൻസ് ഇറ്റ് റിക്വയേഴ്സ് ബോത്ത് അഡ്രസ്സിങ് ദ ഡ്രൈവേഴ്സ് ഓഫ് എക്സ്ക്ലൂഷൻ ഇൻക്ലൂഡിങ് സർട്ടൻ പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് വെൽ ആസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആവശ്യം എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എന്തെല്ലാം ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം കുറേ ആൾക്കാർ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്? ആ ഫാക്ടേഴ്സിനെ അഡ്രസ്സ് ചെയ്യുക. ആ ഫാക്ടേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ ഫാക്ടേഴ്സ് അതിൻ്റെ തീവ്രതയെ കുറച്ചുകൊണ്ട് ആൾക്കാരെ സാമൂഹ്യ ഇടങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. Therefore അതൊരു പ്രക്രിയാധിഷ്ഠിത പ്രവർത്തനമായിരിക്കും. അതിനെ സാമൂഹ്യപരമായി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ്. സോ ദ പ്രോസസ് ഓഫ് social inclusion, it needs take place simultaneously at multiple levels. അപ്പോൾ ഇതെന്ത് നടക്കണം? മൾട്ടിപ്പിൾ ലെവൽസിൽ ഒരേ സമയം പലതരത്തിലുള്ള സൈമൾട്ടേനിയസ് ആക്ഷൻസ് ഉണ്ടാവണം. ഫ്രം ദ ഇൻഡിവിജ്വൽ, ഫ്രം ദി കമ്മ്യൂണിറ്റി ആൻഡ് ലോക്കൽ ലെവൽസ്.
ടു ദ റീജിയണൽ ആൻഡ് നാഷണൽ ലെവൽസ്. ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ലെവലിലുള്ള പ്രവർത്തനം, പ്രോസസ്സ് സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ആവശ്യം വേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വ്യക്തികളിലെ, സമൂഹങ്ങളിലെ, ലോക്കൽ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഇടങ്ങളിലെ, ദേശീയ ഇടങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വരാം. അടുത്തത് നാരോ ലെവൽ. People living in remote areas are not able to fully participate in social, cultural or political life at higher levels due to various reasons. അതായത് നമ്മളുടെ കുഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന അങ്ങനെയുള്ള ജനസമൂഹത്തെ സംബന്ധിച്ച് അവർക്കൊരിക്കലും തന്നെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഇടങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിലേക്കൊന്നും തന്നെ പല കാരണങ്ങളാൽ അവർക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതെന്താ പ്രത്യേകത? അവരെ പ്രാദേശികമായിട്ട് ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുക. സ്പേഷ്യൽ എക്സ്ക്ലൂഷൻ, പ്രാദേശികമായിട്ടുള്ള പിന്തള്ളപ്പെടൽ. സോ ദിസ് സ്പേഷ്യൽ എക്സ്ക്ലൂഷൻ ഇറ്റ് ആൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദിസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നത്? സ്പേഷ്യലായിട്ടുള്ള പ്രോബ്ലംസാണ്, പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ നാരോ വ്യൂ എന്ന രീതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ഈ സ്പേഷ്യൽ അല്ലെ സ്പേസ് അല്ലെ റീജിയൻ എന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ. Therefore, implementation of social inclusion at the local level is useful as it addresses exclusion at manageable and feasible levels. അതുകൊണ്ട് ഇവിടെ എന്താ നടത്തേണ്ടത്? നമ്മൾ പ്രാദേശിക ഇടങ്ങളിലുള്ള ആളുകളെ മൊത്തത്തിൽ സമഗ്രമായ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഗുണകരമായ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെയുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ എന്നത് ലോക്കൽ ലെവലിൽ അത് ഉപയോഗപ്രദമാകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ആസ് ഇറ്റ് അഡ്രസ്സസ് എക്സ്ക്ലൂഷൻ അറ്റ് മാനേജബിൾ ആൻഡ് ഫീസിബിൾ ലെവൽസ്. അതായത് കുറച്ച് എല്ലാവരെയും, വേണ്ടത് ആർക്കാണ്, ആരെയാണ് യഥാർത്ഥത്തിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ആ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ വിഭാഗത്തെ കണ്ടെത്തുകയും അത് വേണ്ടാത്ത അതിൻ്റേതായ ബെനിഫിറ്റ് ആവശ്യമില്ലാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ അത് ഫീസിബിൾ ലെവലിൽ മാനേജ് ചെയ്യുന്ന തരത്തിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം പരിഗണിക്കുന്ന ഒരു സ്മാളർ ജോഗ്രാഫിക്കൽ റീജിയൻ ആണെങ്കിൽ ആ സ്മാളർ ജോഗ്രാഫിക്കൽ റീജിയൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുവാനുള്ള സാധ്യത ഇൻക്ലൂസീവ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ഉണ്ടാവാം. ആ ഇൻക്ലൂസീവ് സിസ്റ്റത്തിൻ്റെ കീഴിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് അത് സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും ഏത് തരത്തിലാണോ അത് ആ പ്രദേശത്തിലുള്ള ആൾക്കാർക്ക് ദേശീയ തലത്തിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രദേശത്തിലുള്ള ഇൻക്ലൂഡ് ചെയ്യേണ്ടവരെ പരിപൂർണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ചെറിയ പ്രദേശത്തിലുള്ള ആൾക്കാരെ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. സോ ഹിയർ in a smaller geographic region than the nation, there is much greater opportunity to develop inclusive systems economically and socially as well as politically. Okay, അപ്പോൾ socially excluding people, socially including people. So here the two concepts, social inclusion and social എക്സ്ക്ലൂഷൻ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ആശയം എന്തെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ, ദെൻ ഡിസ്കസ് ദ മേജർ ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. ഈ രണ്ട് ഭാഗവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ നിന്നും കവർ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ സോഷ്യൽ ഇൻക്ലൂഷൻ പോളിസീസ് ഫ്രം എ ജെൻഡർ പേഴ്സ്പെക്റ്റീവ്. ജെൻഡർ പേഴ്സ്പെക്റ്റീവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് ചില പോളിസീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അഡ്രസ്സിങ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈസ് എ പോളിസി പ്രയോറിറ്റി ഫോർ ഗവൺമെൻറ്റ്സ് അക്രോസ് ദ വേൾഡ്. സോഷ്യൽ എക്സ്ക്ലൂഷനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള തരത്തിലാണ് ഗവൺമെൻറ് പോളിസി ഫോമുലേഷനിൽ ശ്രദ്ധിക്കുന്നത്. കാരണം സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന വിഭാഗം ആരെയാണോ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പോളിസി ഫോമുലേഷൻ. So, however, the multi-dimensional nature of social exclusion requires different perspectives in understanding its causes and consequences and in initiating appropriate policy measures to address it. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ആവശ്യം വേണ്ടി വരുന്ന വ്യത്യസ്തമായ ചില പേഴ്സ്പെക്റ്റീവ്സാണ്. ആ സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കാരണങ്ങൾ എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. എന്നതിന് ശേഷം മാത്രമേ പോളിസി മെഷേഴ്സ് എന്ന രീതിയിൽ അപ്രോപ്രിയേറ്റ് മാനറിൽ അതിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
So social inclusion has emerged as an appropriate policy response to address social exclusion. അപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യലി സാമൂഹികമായിട്ട് അവഗണിക്കപ്പെടുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ തടയിടുന്നതിന് വേണ്ടിയിട്ട് അവരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സോഷ്യലി ഇൻക്ലൂഡബിൾ ആയിട്ടുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന രീതിയിൽ അപ്രോപ്രിയേറ്റ് പോളിസി ഇതിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. Though globally, the inclusionary measures taken by the governments in collaboration with other developmental stakeholders mainly focus on number of issues for people who are excluded on various reasons. This section briefly explains the policies that were initiated for the welfare of women in relation to access to employment opportunities, particularly women's participation in administration. The policies of reservation and affirmative actions are part of these measures. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ലെവലിൽ ചിന്തിക്കുമ്പോഴേക്കും ഇൻക്ലൂഷണറി മെഷേഴ്സ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് കണക്കിലെടുക്കുന്നത് അതാരെ കൺസിഡർ ചെയ്യേണ്ടത് അതാത് തലങ്ങളിലെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡർ ഡെവലപ്മെൻറ്റൽ ഏജൻസീസുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ജനങ്ങളുടേതായ ഇഷ്യൂസ് എന്താണ്, നമ്പർ ഓഫ് ഇഷ്യൂസ് ജനങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിൽ ആരൊക്കെയാണ് അതിൽ നിന്നും ജനങ്ങളെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ആരൊക്കെയാണ്, ആ ഒഴിവാക്കപ്പെടുന്നത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് ഏതെല്ലാം കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതിനെ വിശകലനം ചെയ്യുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഈ എക്സ്ക്ലൂഡ് ചെയ്യാതിരിക്കുന്നതിന് എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴേക്കും പ്രത്യേകിച്ചും വിമൺ കൺസെപ്റ്റ്, ആ ഒരു വിമൺ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അവരെ ഉൾപ്പെടുത്താതെ ഉൾക്കൊള്ളിക്കാതെ അവരെ അവോയ്ഡ് ചെയ്ത് പോകുമ്പോഴേക്കും അത് അവർക്ക് നഷ്ടമാകുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെ വിമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ കുറവ്, ഇതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്ത് പോകുന്ന കേസാണ്. അഡ്മിനിസ്ട്രേഷൻ്റെ തലത്തിൽ വിമൻ പാർട്ടിസിപ്പേഷൻ ഇന്ന് വേണ്ടത്ര തോതിലുണ്ടോ? എല്ലായിടത്തും ജെൻഡർ പേഴ്സ്പെക്റ്റീവ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോഴേക്കും ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് നാം എവിടെയും കാണുന്നത്. അപ്പോൾ അവിടെ എക്സ്ക്ലൂഷൻ എന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലെ വിമൻ പാർട്ടിസിപ്പേഷൻ എത്രത്തോളമുണ്ട്, അവരെ തികച്ചും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണ്ടി വരും? ആ എക്സ്ക്ലൂഷനെ ഒഴിവാക്കാൻ പോളിസീസ് ഓഫ് റിസർവേഷൻ, ആ റിസർവേഷനിലൂടെ മാത്രം, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള അഫിർമേറ്റീവ് ആക്ഷൻസ്, ആർക്ക്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് മുൻകൈ കൊടുത്തെങ്കിൽ മാത്രമേ ഈ നടപടികൾക്ക് മുൻതൂക്കം കൊടുത്താൽ മാത്രമാണ് ഇവിടെയൊക്കെ പരിഹാരം കാണുവാനായിട്ട് സാധിക്കുക. ദ പോളിസീസ് ഓഫ് റിസർവേഷൻ ആൻഡ് അഫിർമേറ്റീവ് ആക്ഷൻസ് ആർ പാർട്ട് ഓഫ് ദീസ് മെഷേഴ്സ്. സോ in order to ensure gender equality, governments across the world have taken a number of measures. അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടേ? ജെൻഡർ ഈക്വാലിറ്റി വേണം. ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ട്. അത് ഭരണതലത്തിലുണ്ട്, സാമൂഹ്യ ഇടങ്ങളിലുണ്ട്, എവിടെ നോക്കിയാലും ജെൻഡർ ഇനീക്വാളിറ്റി ഉണ്ട്. മെയിലാണ് മെയിനായിട്ട് ഡൊമിനൻ്റ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ആ മെയിൽ ഡൊമിനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആരെയാണ് തഴയുന്നത്, ഒഴിവാക്കപ്പെടുന്നത്? സാമൂഹ്യ ഇടങ്ങളിൽ നിന്നും അവരുടെ അവസരങ്ങൾ, തൊഴിലിടങ്ങൾ, അവരുടെ സാമൂഹ്യപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, അവരുടേതായ രാഷ്ട്രീയപരമായ ഇടങ്ങൾ, ഇവിടെയൊക്കെ ഒഴിവാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഏത് പ്രവർത്തനത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് എപ്പോഴും ആരാണ്? പുരുഷനാണ്. അപ്പോൾ ഇതൊരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ്. അവിടെ സോഷ്യൽ ഇൻക്ലൂഷൻ കൂടുതലും ആരിലേക്ക് തന്നെയാണ് വന്നു ചേരുക? സൊസൈറ്റിയിലെ മെയിൽ ഡൊമിനേഷൻ അപ്പോൾ മെയിലിലാണ്, സ്ത്രീകളിലല്ല, പുരുഷന്മാരിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജെൻഡർ ഈക്വാലിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് എൻഷുർ ചെയ്യണം. അതിനാര് തന്നെ മുൻകൈ എടുക്കണം? ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ലോകത്തിലാകമാനമുള്ള ഗവൺമെൻറ് നമ്പർ ഓഫ് മെഷേഴ്സ് കണക്കിലെടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? establishing appropriate mechanisms for women's equal participation and equitable representation at all levels of the political process and public life. പൊതു ഇടങ്ങളാവട്ടെ, പൊതുജീവിതത്തിൻ്റെ ഇടങ്ങളാവാം, അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഇടങ്ങളാവാം. ഇവിടെയൊക്കെ ആരെ കൂടി ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക? സ്ത്രീകളെ, വനിതകളെ കൂടി
പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെക്കാനിസംസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഒന്ന്. മറ്റൊന്ന് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ അത് എലിമിനേറ്റ് ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് പ്രൊമോട്ടിങ് വിമൻസ് പൊട്ടൻഷ്യൽ ത്രൂ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. മറ്റൊന്ന് എന്താണ്, വിമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില സാധ്യതകൾ, അത് അവർക്ക് സാധ്യതകൾ സൃഷ്ടിച്ച് അവർ തന്നെ കണ്ടെത്തിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ, അതുപോലെ തന്നെ അവരിലുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, എംപ്ലോയ്മെൻറ്റിലൂടെ ഇതെല്ലാം ഉണ്ടാക്കുക, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ദെൻ അഗെയിൻ ഇറാഡിക്കേറ്റിംഗ് ആൾ പ്രാക്ടീസസ് ദാറ്റ് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് വുമൺ. ജനത്തിനെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം, അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ ഇല്ലായ്മ ചെയ്യണം. സ്ത്രീകൾക്ക് എതിരെയുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെ തന്നെ വേണം സ്ത്രീയും പുരുഷനും എല്ലാവർക്കും സമത്വം എന്നുള്ള ആ ഒരു ആശയം. അപ്പോഴെന്തിനെയാണ് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത്? ആൾ പ്രാക്ടീസസ് ദാറ്റ് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് വുമൺ. ഓക്കെ. Then again, adopting appropriate measures to improve women's ability to earn income and beyond traditional occupations, achieve economic self-reliance. സാമ്പത്തികമായ സ്വയം പര്യാപ്തത, എക്കണോമിക് സെൽഫ് റിലയൻസ് ആർക്ക് നേടണം? വനിതകൾക്ക്. അപ്പോൾ അങ്ങനെ നേടണം എന്നുണ്ടെങ്കിൽ വനിതകൾ പണ്ടുകാലം മുതലേ ഏർപ്പെട്ടു പോന്നിരുന്ന ആ ഒരു തൊഴിലിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ സാമൂഹികവും ശാരീരികവും മാനസികവുമായ കഴിവുകളെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശരിയായ മെഷേഴ്സ് കൊണ്ടുവരിക. അതിലൂടെ സ്ത്രീകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക, മാനസിക നിലവാരത്തെ മെച്ചപ്പെടുത്തുക. ദെൻ എൻഷുറിങ് വിമൻസ് ഈക്വൽ ആക്സസ് ടു ദ ലേബർ മാർക്കറ്റ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം. സാമൂഹിക സുരക്ഷിതത്വ ഇടങ്ങൾ, ലേബർ മാർക്കറ്റിൽ അവിടെയൊക്കെ സ്ത്രീകൾക്കും പ്രാപ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഓക്കെ. അപ്പോൾ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നതിന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നടപ്പിലാക്കണം എന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദീസ് ഇനിഷ്യേറ്റീവ്സ് വേരീസ് ഫ്രം കൺട്രി ടു കൺട്രി ആൻഡ് റീജിയൻ ടു റീജിയൻ. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവ്സ് വിവിധ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ ഇടങ്ങളിലെ പല രീതികളിലായിരിക്കും. പല രീതിശാസ്ത്രം, മെത്തഡോളജി ഡിഫറൻ്റ് ആയിരിക്കാം ഇത് നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്നത്. ഡെസ്പൈറ്റ് ദ വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് that proclaim equal rights for women and men. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് വേണം എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലതരത്തിലുള്ള കാര്യങ്ങളിലും എന്ത് വേണം? ഈക്വൽ റൈറ്റ്സ് വേണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഈക്വൽ റൈറ്റ്സ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഉദാഹരണം എടുക്കുകയാണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവരുടേതായ പേഴ്സണൽ സ്റ്റാറ്റസ്, സെക്യൂരിറ്റി, ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി, ലാൻഡ്, ഇവയെല്ലാം തന്നെ പൊതുവെ സ്ത്രീകളിൽ നിഷേധിക്കുന്ന ഒരു ഇടം പണ്ടുണ്ടായിരുന്നു. അതെല്ലാം ആർക്കാണ് കൂടുതൽ ഫേവറായിട്ട് നിലകൊണ്ടിരുന്നത്? അത് പുരുഷന്മാരിലേക്ക് എന്ന രീതിയിലാണ്. അപ്പോൾ ആ പുരുഷന്മാർക്ക് പൊതുവെ എങ്ങനെയുള്ളത്, അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലും സ്ത്രീകളെ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപന രീതി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ചില ജോലിയിടങ്ങളിലൊക്കെ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല. അപ്പോൾ ചില രാജ്യങ്ങളുടെ കേസ് തന്നെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, only in 5 countries in the world women have reached or surpassed gender parity with men in such occupations as legislators, senior officials and managers, namely Colombia, Fiji, Jamaica, ലെസോത്തോ ആൻഡ് ദ ഫിലിപ്പൈൻസ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടുപോകുന്നിരുന്ന ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? ഈ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ജെൻഡർ പാരിറ്റി എന്നുള്ള ആ ഒരു കാര്യത്തിലൊരു സർപ്പാസിങ് ഐഡിയയാണ് അവർ വെച്ച് പുലർത്തിയിരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വൽ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനുപരി അവിടെ ജെൻഡർ എന്ന് പറയുമ്പോൾ അത് വുമൻ അല്ല, മെയിലാണ്, മെയിൽ ഡോമിനേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ 28% അത്രയും പോസ്റ്റ് ലോകത്തിൽ തന്നെ നോക്കുമ്പോഴേക്കും 28% such 28% of such posts are occupied by women in the world. അപ്പോൾ സീനിയർ പബ്ലിക് ഓഫീഷ്യൽസ് എന്നൊക്കെ രീതിയിലുള്ള പോസ്റ്റ് ഇന്ന് നാം നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ ഇന്ന് ആരുണ്ട്? സ്ത്രീകൾ ഉണ്ട്. അപ്പോൾ പുരുഷന്മാരോടൊപ്പം നോക്കുമ്പോഴേക്കും വിമൻസിൻ്റെ ആ ഒരു ആക്സസ്, ആ ഒരു സ്വീകാര്യത, അവർക്കുള്ള നേട്ടം, അത് ലേബർ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോഴേക്കും ജെൻഡർ ഡിഫറൻസസ് എല്ലാം തന്നെ സ്ട്രൈക്കിംഗ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് എക്സ്റ്റെൻസീവാണ്, അതുപോലെ തന്നെ അത് എൻഡ്യൂറിങ് ആണ്. അത് വ്യാപകമായ രീതിയിൽ, സ്ട്രൈക്കിംഗ് എന്ന രീതിയിൽ, അത് വിപുലമായ രീതിയിൽ ഇന്ന് സ്ത്രീകൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. So with respect to women's equal access to the labor market, the gender differences are striking.
extensive and enduring. Women on an average earn between 10 and 30% less than working men. ജോലി ചെയ്യുന്നിടങ്ങളിൽ നോക്കിയാൽ പുരുഷന്മാർ നേടുന്നതിൻ്റെ അതിനേക്കാളൊക്കെ ഒരു 10-30% കുറവാണ് സ്ത്രീകൾക്ക് ലേബർ മാർക്കറ്റിൽ നേടാൻ സാധിക്കുക. വിമൻസ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ജോബ്സ്, ദെൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് റിമെയിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ഇൻ പുവർ ക്വാളിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി നോക്കിയാലോ ക്വാളിറ്റേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ബേസ് ചെയ്ത് നോക്കിയാൽ അത് പൂവറാണ്. ലോ വേജാണ്, ലോ പ്രൊഡക്ടിവിറ്റി ജോബൊക്കെ ആയിരിക്കും സ്ത്രീകളിലേക്ക് വന്നു ചേരുക. ഉദാഹരണം, വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട് 60-80% ഓഫ് ദ ടോട്ടൽ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ്. അതായത് അസംഘടിത മേഖലയിലെ ജോലിയിൽ 80%-ഓളമെങ്കിലും സ്ത്രീകൾ തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അവർക്ക് അവിടെ കിട്ടുന്ന ജോലി സാധ്യത വളരെ പരിമിതവും സെക്യൂരിറ്റി കുറവാണ്, ജോബ് സെക്യൂരിറ്റി ഇല്ല, വരുമാനം വളരെ കുറഞ്ഞത് മാത്രമാണ്, സോഷ്യൽ ബെനിഫിറ്റ് ഇല്ല. ഇവയെല്ലാം തൊഴിലിടങ്ങളിൽ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റിൽ അവർ അനുഭവിച്ചു പോരുന്ന കാര്യമാണ്. വിച്ച് ഹാവ് ലിമിറ്റഡ് ആക്സസ് ടു ജോബ് സെക്യൂരിറ്റി ആൻഡ് ഫ്യൂ സോഷ്യൽ ബെനിഫിറ്റ്സും. ഇത് ആഗോളതലത്തിലേക്ക് നാം ഒന്ന് നോക്കിയാലോ. ദാറ്റ് ഈസ് ഗ്ലോബലി ഓവർ 60% ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ഫാമിലി എൻ്റർപ്രൈസസ് വിത്തൗട്ട് പേ ആർ വിമൺ. അതായത് ആഗോളതലത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഫാമിലി എൻ്റർപ്രൈസസിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ സ്ത്രീകൾക്ക് അവിടെ വേതനമില്ലാത്ത രീതിയിലാണ്. വർക്ക് ഡൺ ആസ് ഹൗസ് ഹോൾഡ് കോർ ഈസ് ആൾസോ അൺപെയ്ഡ്. അതേപോലെ വീടുമായി ബന്ധപ്പെട്ടുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ അവർക്കും അവിടെ വാല്യൂ ഇല്ല, അൺപെയ്ഡാണ്. ലിറ്റിൽ വാല്യൂ മാത്രമേ ഓഫൺ സ്ത്രീകൾക്ക് കൊടുക്കാറുള്ളൂ. അതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് തന്നെയാണ്. സ്ത്രീകൾക്ക് വേണ്ട പരിഗണന, ഈക്വാലിറ്റി അതൊന്നും തന്നെ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം നോക്കിയാൽ പബ്ലിക് ഡൊമൈനിലേക്കൊന്ന് നോക്കിക്കേ, നമ്മുടെ പൊതു ഇടങ്ങളിലേക്കൊക്കെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്താ? ഇൻഫാക്റ്റ് public employment services are a crucial means for women's equal participation in work, since they are one of the main ways to implement employment policies. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പോളിസീസ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണോ ഈ പോളിസീസ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. ഗ്രേറ്റർ നമ്പർ ഓഫ് വുമൺ ആർ ഇൻവോൾവ് ഇൻ പബ്ലിക് സർവീസസ്. അതായത് ഒരുപാട് സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻ്റ്ലി വെൻ വുമൺ ഹാവ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് റിസോഴ്സസ് ആർ മോർ ലൈക്ലി ടു ബി അലോക്കേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ആക്സസ് ടു എംപ്ലോയ്മെൻറ്റ്. അതായത് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പൊതു ഇടങ്ങളിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭരണതലത്തിലാവട്ടെ മറ്റിടങ്ങളിലൊക്കെ ആവട്ടെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. അത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് എന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേഷൻ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻക്ലൂഷൻ പോളിസീസ് നമ്മെ ജെൻഡർ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളൊരു ഭാഗവും ഇവിടെ തീരുകയാണ്. ഇനി അടുത്തത് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നതാണ്. അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എഫക്റ്റീവ് ആകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോവാതെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ജസ്റ്റ് ഒരു അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തുവാനായിട്ട് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോടുള്ളൊരു റിക്വസ്റ്റാണ്. നിങ്ങളത് മറക്കരുത്. ഓക്കെ, താങ്ക് യു.